വിവാഹ ആവശ്യത്തിന് സൂക്ഷിച്ചിരുന്ന പണവും സ്വർണവും പട്ടാപ്പകൽ മോഷണം പോയി. കുമളി ചോറ്റുപാറയിൽ ശരണ്യ ഭവൻ രവി പശുപതി ദമ്പതികളുടെ മകന്റെ വിവാഹത്തിന് സൂക്ഷിച്ചിരുന്ന 1 ലക്ഷം രൂപയും 7.5 പവൻ സ്വർണവുമാണ് മോഷണം പോയത്. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. പട്ടാപ്പകൽ വീട് കയറിയുള്ള മോഷണം വീണ്ടും നടന്നു വരികയാണ്. കഴിഞ്ഞ ദിവസം വണ്ടിപ്പെരിയാറിൽ 57-ാം മൈലിൽ താമസിക്കുന്ന കാളിദാസിന്റെ വീടിന്റെ മേൽക്കൂര പൊളിച്ച അകത്തു കയറിയ കള്ളൻ 1 ലക്ഷം രൂപയും അവിടുന്ന് കൊണ്ടുപോയിരുന്നു. സമാനമായ രീതിയിൽ തന്നെയാണ് കുമളി ചോറ്റുപാറയിൽ ശരണ്യ ഭവൻ രവി പശുപതി ദമ്പതികളുടെ വീട്ടിലും കള്ളൻ കയറിയത്. ഇവരുടെ മകൻ വിഘ്നേഷിന്റെ വിവാഹ ആവശ്യത്തിന് സൂക്ഷിച്ചിരുന്ന 1 ലക്ഷം രൂപയും 7.5 പവൻ സ്വർണവുമാണ് മോഷണം പോയത്. വണ്ടിപ്പെരിയാറിലേതുപോലെ തന്നെ വീടിന്റെ മേൽക്കൂര തകർത്ത് അകത്തു കയറിയ കള്ളൻ അലമാര കുത്തി തുറക്കുകയും പണവും സ്വർണവും അപഹരിക്കുകയും ചെയ്തു. ഇന്നലെ രാവിലെ ഏകദേശം 11 മണിയോട് കൂടിയാണ് സംഭവം ഉണ്ടായതായി കരുതപ്പെടുന്നത്. രവിയുടെ ഭാര്യ ജോലിക്ക് പോവുകയും രവിയും മകൾ ശരണ്യയും പെരിയാറിലെത്തി സാധനങ്ങൾ വാങ്ങി തിരികെ വീട്ടിൽ ചെന്നപ്പോഴേക്കുമാണ് മോഷണ വിവരം അറിയുന്നത്. ഒരു 10:15 പെരിയാർ പോയായിരുന്നു കൊച്ചിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി. അന്നേരം തിരിച്ചു വന്നപ്പോൾ 1:15 അത് ഞാൻ ഫ്രണ്ട് തുറന്നപ്പം നോക്കിയപ്പോൾ സീറ്റ് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ കല്ല് വല്ല വീണിട്ടുണ്ടെന്ന് ഇറങ്ങി നോക്കിയപ്പം കല്ല് വീണിട്ടില്ല. എന്നിട്ട് പുറകെ കൂടെ പോയി നോക്കിയപ്പം പുറകെ സീറ്റ് അവനെ ഇറങ്ങാൻ തക്ക പൊട്ടിച്ചിറങ്ങി വീടിനുള്ളിൽ അലമാര കുത്തി തുറന്ന് സ്വർണവും പിന്നെ പൈസയും എടുത്തിട്ട് പോയി. ആ ചെറുക്കൻ്റെ റിസപ്ഷൻ കഴിഞ്ഞ് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് റിസപ്ഷൻ അന്ന് തന്നെ തീർന്നു, ഡിസംബർ 15-ാം തീയതി. അപ്പോൾ വരുന്ന ഫെബ്രുവരി 3-ാം തീയതി തിങ്കളാഴ്ചയാണ് നമുക്ക് കല്യാണം. അപ്പോൾ അതിനുള്ള എന്തെങ്കിലും കാണുമെന്ന് പറഞ്ഞാൽ അവന്മാർ അത് കയറി കൈകാര്യം ചെയ്തത്. അത് അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത്. മോൻ്റെ കല്യാണം ഫെബ്രുവരി 3-ാം തീയതിയാണ്. അപ്പോൾ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി 1,10,000 രൂപയും അവന് ഉറപ്പീരിന് കിട്ടിയ കുറച്ച് സ്വർണവും അല്ലാതെ വീട്ടിലിരുന്ന കൊച്ചിൻ്റെ മോളുടെ മോതിരം, ഞങ്ങളുടെ മോതിരം, മാല, അങ്ങനെ 7.5 പവൻ്റെ സ്വർണവും കൈച്ചേനും ഉണ്ടായിരുന്നു അതിനകത്ത്. തുടർന്ന് കുമളി പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. അന്വേഷണത്തിന്റെ ഭാഗമായി വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ഇങ്ങനെ ഒറ്റപ്പെട്ട വീടുകൾ കേന്ദ്രീകരിച്ച് വീടിന്റെ ആസ്പെറ്റോസ് ഷീറ്റ് പൊളിച്ച് ഉള്ള മോഷണം തുടർക്കഥയാവുകയുമാണ്. എത്രയും വേഗം പ്രതിയെ പിടികൂടണം എന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.